സംസാരിച്ചത് എന്താണ് ഈ പെട്ടെന്നുള്ള ഒരു മാറ്റത്തിലേക്ക്? ഇതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല. BJP തന്നെയായിരുന്നു. കാരണം എട്ടാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിലൂടെ പിന്നീട് ശാഖ, പിന്നീട് കോളേജ് കാലഘട്ടങ്ങളിൽ ABVP അതിൽ പ്രവർത്തിച്ചൊക്കെ തന്നെയാണ് വന്നത്. ഇന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചു കാലം അകന്നു നിന്നിട്ട് ഇന്ന് തിരിച്ച് പാർട്ടിയിലേക്ക് വരുന്നത് കൃത്യമായി ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയം, അത് BJP തന്നെയാണെന്ന ഒരു പൂർണ്ണ ഇതുകൊണ്ട് തന്നെ. എന്താണ് കൂടുതൽ ആകർഷണീയ ഘടകം BJP? ആകർഷണീയ ഘടകം എന്ന് പറയുന്നത് നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജീവ് ജിയുടെ ആശയം പോലെ വികസന ഭാരതം, അതുതന്നെയാണ് ലക്ഷ്യം, അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. എടുത്തു പറയാനാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ലീഡർ ആരാണ് കേരളത്തിൽ BJP? നമോ. കേരളത്തിലെയാണോ ചോദിച്ചത്? ഇപ്പൊ രാജീവ് ജി ഉണ്ടല്ലോ നമുക്ക്. ഡ്രാമ സിനിമയിൽ നിന്നും പെട്ടെന്ന് പാർട്ടിയിലോട്ടുള്ള മാറ്റം? ഡ്രാമ സിനിമയിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ടൊന്നുമില്ല. കല ഒരു രാഷ്ട്രീയമാണല്ലോ. കലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കലാകാരും രാഷ്ട്രീയക്കാരുമാണ്. അപ്പോൾ രാഷ്ട്രീയം തന്നെയാണ് കലയും. സ്ഥാനങ്ങളോ ചുമതലകളോ ഉണ്ടോ? ഒരിക്കലുമില്ല. അതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക. സ്ഥാനങ്ങൾ വേണ്ടെന്ന് തന്നെയാണ്. സ്ഥാനങ്ങൾ മോഹിച്ചല്ല വന്നിരിക്കുന്നത്. ശരി.